Hi students. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? നമ്മളുടെ അനാലിസിസുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ മോഡേൺ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്രൊജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെയുള്ള മെത്തേഡ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. സിസ്റ്റം അനാലിസിസ്, ഓപ്പറേഷൻ റിസർച്ച്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, പ്രോബബിലിറ്റി അനാലിസിസ്, ഡിസിഷൻ ട്രീ അനാലിസിസ് ആൻഡ് ഓൾസോ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വിത്ത് ദാറ്റ് techniques are completed. Now we want to study what is meant by project. Project report. നമ്മൾ പ്രൊജക്റ്റ് എന്താണ്, ടൈപ്സ് ഓഫ് പ്രൊജക്റ്റ് എല്ലാം പഠിച്ചു. നീഡ് ബേസ്ഡ് പ്രൊജക്റ്റ് ഉണ്ട്, ടെക്നിക്കൽ പ്രൊജക്റ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രൊജക്ട്സ് പഠിച്ചു. Now we are dealing how to write a report or project report എന്താണ് എന്നത്. So what is meant by report? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആക്ഷൻ പ്ലാനിനെ ഒരു റിട്ടൺ ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനെ നമുക്ക് റിപ്പോർട്ട് എന്ന് പറയാം. സോ എ പ്രൊജക്റ്റ് റിപ്പോർട്ട് വിൽ ബി ഓൾവേസ് എ ഓൺട്രപ്രനേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഒരു ഓൺട്രപ്രനറിൻ്റെ ആക്ഷൻ പ്ലാനിനെ ഒരു റിട്ടൺ ഫോമിലാക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്. സോ ആഫ്റ്റർ സെലക്ടിങ് എ പ്രൊജക്റ്റ് entrepreneur should prepare a report and this contain all the information regarding the project. പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ അതിനകത്തുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും പിന്നെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ആ ഒരു entrepreneur ചെയ്തു വരുന്നത്. So it acts as a guide for the management and also it explain what are the benefits and what are the problems of such a പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, എല്ലാം കാണിച്ചു തരുന്ന ഒരു ബ്ലൂ പ്രിൻറ്റ് പോലെയാണ് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട്. സോ project report can be a statement which contains a plan of action which is to be materialized in the future for a entrepreneur. ഓൺട്രപ്രണറിന് വേണ്ടിയിട്ട് എന്താ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഭാവിയിൽ അയാൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇറ്റ് ആക്ട് ആസ് ഓൾവേസ് എ ഗൈഡ് ടു ദി ഓൺട്രപ്രണർ വിച്ച് ഡിഫൈൻസ് ഓൾ ദി സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രോജക്റ്റ്. സോ ഇനി ഇത് ഒരു ഓൺട്രപ്രണറിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? He comes to know how much money he want to invest, how much labor he want to invest, or what are the raw materials required, from where he can collect this raw materials. ഇങ്ങനെയുള്ള എല്ലാ ഐഡിയാസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന്. സോ it gives or it highlights what are the practicability of this economy, finance, technology and social desirability. ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ്, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുക്കുക. അപ്പോൾ എനിക്ക് എത്രത്തോളം എക്കണോമിക് മീൻസ് ഫിനാൻസ് എത്രത്തോളം വേണം, എൻ്റെ എക്കോണമി എത്രത്തോളം സമ്മതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ടെക്നോളജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്താണ്? ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരുന്ന ഒരു റിപ്പോർട്ട്, ഒരു ഡോക്യുമെൻ്റ് ആണ് ഓൾവേസ് ദിസ് പ്രൊജക്റ്റ് report. So for an entrepreneur how it is important, നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷനും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ഫണ്ട് തരണം, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു NBFC. സോ ദേ വോണ്ട് ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാണ്. അതുപോലെ തന്നെ നമ്മൾക്കും കുറേ ഐഡിയ കിട്ടുന്നുണ്ട്. ആസ് എൻ ഓൺട്രപ്രണർ വി ആർ ഓൾസോ ഗെറ്റിംഗ് സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രൊജക്ട് ത്രൂ ദിസ് പ്രൊജക്ട് റിപ്പോർട്ട്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ടു ആൻ ഓൺട്രപ്രണർ ബൈ പ്രിപ്പയറിംഗ് എ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് അസസ് ദ ഡിമാൻഡ് ഓഫ് ദി പ്രപ്പോസ്ഡ് പ്രൊജക്ട് ടു ബി പ്രൊഡ്യൂസ്ഡ്. ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോർ ദി ഓൺട്രപ്രണർ. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ഓപ്പറേഷണൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലേ, ഇനീഷ്യൽ പേയ്മെൻറ്റ്, ഇനീഷ്യലായിട്ട് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ ഡെയിലി അല്ലെങ്കിൽ ഒരു ഇയർലി നമ്മൾ എത്രത്തോളം ചിലവ്, അതിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി എത്രത്തോളം കോസ്റ്റ് ഈടാവുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ദിസ് റിപ്പോർട്ട്. Then it also helps to estimate the expected profitability of the investment. ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ഹൗ ടു റെഡ്യൂസ് ദ റിസ്ക് ഇൻ ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കുറേ റിസ്ക്കുകൾ ഫേസ് ചെയ്തേണ്ടി വരും. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സിമെൻറ്റിൻ്റെ അതിന് കോൺട്രാക്റ്റ് വേണം, അതിനകത്ത് കള്ളത്തരങ്ങളൊന്നും പാടില്ല, നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാം വളരെ രീതിയിലുള്ള റിസ്ക് ഉണ്ട്, ഫിനാൻസ് റിസ്ക്കും എക്കണോമി റിസ്ക്കും ഒക്കെ വരും. അപ്പം അതെല്ലാം എങ്ങനെ മിനിമൈസ് ചെയ്യും,
അതുപോലെ it enables him to take a final decision on whether to proceed with the proposed project. ചില കണ്ടീഷനിൽ ഈ പ്രൊജക്ട് റിപ്പോർട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ഫിനാൻസിനുള്ളിൽ നിൽക്കുന്ന ഒന്നല്ല ഇത് എന്ന് മനസ്സിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കൊണ്ടുവന്ന പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ ക്യാൻസൽ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാനും ദിസ് റിപ്പോർട്ട് ഹെൽപ്സ് us. And it also serves as his main instrument in convincing the investors. അതുപോലെ വേറൊന്നാണ്, ഇപ്പം നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആസ് എൻ ഓൺടർപ്രീനർ ഇഫ് I don't have enough money, what I will do, I will check for some of the ഇൻവെസ്റ്റേഴ്സിന് തേടിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നടത്തുന്നുണ്ട്, ഈ പ്രൊജക്റ്റ് എനിക്ക് കേൾക്കണം, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷനാണ്, അതിൽ നിന്ന് ഞാൻ ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭാവിയിൽ ഇത്രത്തോളം അതിൽ നിന്ന് എനിക്ക് റവന്യൂ കിട്ടും എന്ന രീതിയിലായിരിക്കും ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്, അതോ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യും. സോ ദിസ് ഐ വിൽ പ്രസൻറ്റ് ടു ഇൻവെസ്റ്റർ ടു മേക്ക് ഹിം ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ മൈ പ്രൊജക്റ്റ്. എൻ്റെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ ആ റിപ്പോർട്ടായിരിക്കും. Then it serve as a guide to the management and also explains the merit and demerit in allocating resources to production of specific goods and services. അതുപോലെ ഒരു മാനേജ്മെൻറ്റിന് ഒരു ഗൈഡാണ്. ഞാനൊരു ഓൺടർപ്രീനർ ആയിരിക്കാം, ആ ഓർഗനൈസേഷനിൽ എന്നെപ്പോലെ പല ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു കൺസ്ട്രക്ഷനൊക്കെയാണ്, ഞാനൊരു ഫ്ലാറ്റിൻ്റെ കോൺട്രാക്ടർ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് വെച്ചോ, അപ്പം ഞാനൊരു ഓൺടർപ്രീനറാണ്. സോ ദാറ്റ് കമ്പനി ഓർ ദിസ് മാനേജ്മെൻറ്റ് വിൽ ബി ഹാവിങ് സെവറൽ സച്ച് കോൺട്രാക്ടേഴ്സ്. അപ്പം ഞാൻ എങ്ങനെയാണ് ആ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ നമ്മുടെ മാനേജ്മെൻറ്റിനും വേണം. only then they will approve our project. So for that also we want such a report. Then it analyzes the extent of opportunity, എത്രത്തോളം opportunity ഉണ്ട്, and it also helps the entrepreneur to understand what are the technical, commercial, financial and economic parameters that should be considered while carrying out this project. And also it enables him to compare different investment proposal and select the most suitable project. ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ തന്നെയാണെങ്കിൽ തന്നെ പല രീതികളുണ്ടാവും. ഏത് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ്, മോഡേൺ മെഷീൻസ് ആണോ ഓൾഡ് മെഷീൻസ് ആണോ, അങ്ങനെ പലതുണ്ടാവും. അപ്പോൾ ഇതിലെല്ലാത്തിനെയും ഞാൻ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഏതാണോ എനിക്ക് ഏറ്റവും ഫീസിബിൾ, വിച്ച് വിൽ ബി മോർ profitable and more beneficial, that will be selected. So for this also we want to compare several project reports. പല പ്രൊജക്റ്റുകളുടെയും പല റിപ്പോർട്ട്സ് റെഫർ ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ ഒരു ബെസ്റ്റ് ഡിസിഷൻ എത്തുന്നത്. ഫോർ ഓൾ ദീസ് ആക്ടിവിറ്റീസ് വി വോണ്ട് ടു ഹാവ് ആൻ ഓൺടർപ്രീനർ നീഡ് ടു ഹാവ് എ പ്രൊജക്ട് റിപ്പോർട്ട്. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് ടു എ ഓൺടർപ്രീനർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് what is its importance to a bank and financial institution. ഇതുപോലെ ബാങ്ക്സിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഗുണം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ട്. ഹൗ ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ? ഫസ്റ്റ്, ടു അവോയ്ഡ് ദ വേസ്റ്റ് ഓഫ് സ്കേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഓഫ് ദി നേഷൻ. ഒരു ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്യുന്നത്? അവിടെ കിട്ടിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഡെപ്പോസിറ്റ്സ് ആയിട്ടും നമ്മൾ ഓരോരുത്തരായി ഡെപ്പോസിറ്റ് ചെയ്ത പൈസയൊക്കെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ഡെപ്പോസിറ്റ്. സോ ദേ വിൽ ലെൻഡ് ദിസ് ടു ദ ഓൺടർപ്രീനേഴ്സ് ഹൂ ഈസ് ഇൻ നീഡ് ഓഫ് ദിസ് മണി. അല്ലേ, ഓൺടർപ്രീനറിന് ലോൺ എന്ന രീതിയിൽ പൈസ കൊടുക്കുന്ന ആരാ? ബാങ്ക്സ് ആണ്. സോ to check if that amount is allocated in the right place, we want to have a project report. കറക്റ്റ് സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് മോശമില്ലല്ലോ എന്നത്, അല്ലെങ്കിൽ വേസ്റ്റ് അല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് we want to have this project report, and based on the project report only the bank will issue the loan. Then to prevent the misuse of funds by false entrepreneurs. ചില entrepreneurs ഉണ്ടാവാം, false entrepreneurs ആയിരിക്കാം. They won't do any kind of business, but they will just submit something and get money. അവർ ചുമ്മാ ലോൺ എടുക്കുകയായിരിക്കാം. ദേ വിൽ ബി യൂസിങ് ഇറ്റ് ഫോർ ദർ പേഴ്സണൽ നീഡ്സ്. അവരുടെ പേഴ്സണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് നോ മിസ്യൂസ് ഓഫ് ഫണ്ട്സ്. അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് ടു എ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. തേർഡ് ഇസ് ടു പ്രിവെൻറ്റ് ദ എമർജൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സിക്ക് യൂണിറ്റ്സ്. ദാറ്റ് ഈസ് സിക്ക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ യൂണിറ്റുകളായിരിക്കും, എന്ന് വെച്ചാൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റുകളാണ് സിക്ക് യൂണിറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ അവിടെയുള്ള ഓൺടർപ്രീനേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ വോണ്ട് ബി ഹാവിങ് ഇനഫ് മണി ടു സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ്. സോ ടു ഹെൽപ്പ് സച്ച് ഓൺടർപ്രീനേഴ്സ് ടു reach or to start such a business, these banks can help through this project report. Then to take a wise decision on the application of the entrepreneur for financial assistance and other support.
ഒരു നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ടു ടേക്ക് എ ഡിസിഷൻ റിഗാർഡിംഗ് ദ എക്സ്റ്റെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഹെൽപ്പ്. എത്രത്തോളം ഫിനാൻഷ്യൽ ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ വി വോണ്ട് ഹാവ് ദിസ് റിപ്പോർട്ട്. ഏത് സമയത്താണ് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത്, ഏത് സമയത്ത് ലോൺ പ്രൊവൈഡ് ചെയ്യണം, ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് ഒരു ബ്രിഡ്ജ് ലോൺ കൊടുക്കണോ, അതുപോലെ ബ്രിഡ്ജ് ലോൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അപ്പോഴത്തെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ലോൺസ് ആണ്. അപ്പോൾ ബ്രിഡ്ജ് ലോൺ കൊടുക്കണം, അതോ ടോട്ടൽ എമൗണ്ട് ആയിട്ടാണ് കൊടുക്കേണ്ടത്, ഏത് സമയത്ത് ആ പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷനിൽ കൊടുക്കണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് വേണം. അതേപോലെ ടു അസർട്ടൻ ദ പോസിബിലിറ്റി ഓഫ് ജനറേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ദ പ്രൊജക്റ്റ് ഇറ്റ്സെൽഫ്. നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനാണ്, ഭാവിയിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻകം. അപ്പോൾ അത് ഏത് സമയത്താണ് ജനറേറ്റഡ് ആവുന്നത് എന്നതൊക്കെ ബാങ്ക്സിന് അറിയണം. എന്നാലല്ലേ ആ പൈസ തിരിച്ച് വാങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൊടുത്ത പൈസ ലോണായി കൊടുത്തത് തിരിച്ച് ബാങ്കിന് വേണം. സോ ടു നോ വെൻ ദിസ് വിൽ ഗെറ്റ് ബെനിഫിറ്റഡ് ഫോർ ദി ഓർഗനൈസേഷൻ, അത് അറിയാൻ വേണ്ടിയിട്ടും വി വോണ്ട് ദിസ് പ്രൊജക്ട് റിപ്പോർട്ട്. ആൻഡ് ഓൾസോ ടു ഡ്രോ എ കൺക്ലൂഷൻ ഓൺ ദ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓഫ് ദ ഫണ്ട്സ്. ഇത് ഫണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ ജനറേറ്റ് ചെയ്താൽ അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി, ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ ആ ഒരു പ്രൊജക്റ്റിന് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് വേണം. ഇപ്പം നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് തരികയാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ഇല്ലാത്ത പൈസ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്തതിന് എഗെയിൻസ്റ്റ് നമുക്ക് എക്സ്ട്രാ പൈസ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ക്രെഡിറ്റ് കാർഡ്സ് തരുന്നത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ്സ് എല്ലാവർക്കും തരത്തില്ല. ഓൺലി ദ പേഴ്സൺ ഹൂ ഈസ് ഹാവിങ് ക്രെഡിറ്റ് വർത്തിനെസ്, അയാൾക്ക് ആ പൈസ തിരിച്ചടയ്ക്കാം, കൊടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കാം എന്ന് വിശ്വാസം വന്നാൽ മാത്രമായിരിക്കും ബാങ്ക്സ് ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഒരാളുടെ ക്രെഡിറ്റ് വർത്തിനെസ്സാണ് നോക്കുന്ന ആ സമയത്ത്. അതേപോലെ തന്നെയാണ് ഒരു പ്രൊജക്റ്റിന് നമ്മൾ ഫണ്ട് കൊടുക്കുന്നു ബാങ്ക്സ് കൊടുക്കുമ്പോൾ നോക്കും ഈ ബാങ്കിന് ഈ പൈസ തിരിച്ചു തരാനുള്ള, ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത ആൾക്ക് ഇത് തിരിച്ചു തരാനുള്ള, അല്ലെങ്കിൽ പ്രൊജക്റ്റിന് തിരിച്ചു തരാനുള്ള പൈസ അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി പ്രൊജക്ട് റിപ്പോർട്ട് ആവശ്യമാണ്. സോ ഓൾവേസ് എ പ്രൊജക്ട് റിപ്പോർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് for both the entrepreneurs as well as the financial institutions. Okay, so next one is what is the scope of the project report. Project report in the scope endana, allengi what is the importance of the project report. First one is the economic aspects. Economic aspect il idile endana importance varunne. So it provides, this project report provides the justification of an investment proposal. That is, a project should be capable of making an analysis regarding the market condition. Market condition എന്താണ് എന്നതും പ്രൊജക്ട് റിപ്പോർട്ടിൽ ഹൈലൈറ്റഡ് ആവുന്ന ഒരു കാര്യമാണ് അല്ലേ. എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന്, ഓ വാട്ട് ഇസ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പ്, വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദി എക്സ്പെക്റ്റഡ് മാർക്കറ്റ്, വാട്ട് ഇസ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ മാർക്കറ്റ്, വാട്ട് ഇസ് ദ ഷെയർ ഇൻ ദ മാർക്കറ്റ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതാണ് എക്കണോമിക് വയബിലിറ്റി ഓഫ് എ പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ എക്കണോമിക് ആസ്പെക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്ന സ്കോപ്പ്. സെക്കൻഡ് വൺ ഇസ് ദ ടെക്നിക്കൽ ആസ്പെക്ട്സ്. ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, ദ ഡേറ്റ റിഗാർഡിംഗ് വാട്ട് ആർ ദ മെഷീനറീസ് യൂസ്, വാട്ട് ആർ ദ എക്യുപ്മെൻറ്റ്സ് യൂസ് ആൻഡ് വാട്ട് ആർ ദ ഫണ്ട്സ് ഓഫ് ഓർ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ദ സപ്ലൈ. എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽസ് കിട്ടുന്നത്, അല്ലെങ്കിൽ മെഷീനറി കിട്ടുന്നത്, എക്യുപ്മെൻറ്റ് കിട്ടുന്നത്, അങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. അപ്പം പ്രൊജക്ട് റിപ്പോർട്ടിൽ എക്കണോമിക് ആസ്പെക്ട്സ് കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ ടെക്നിക്കൽ ആസ്പെക്ട്സ് കവർ ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. That is, what are the sources of fund? നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് കളക്ട് ചെയ്യുന്നത്? ഇഫ് ഇറ്റ് ഇസ് ഫ്രം ദ ഓർഗനൈസേഷൻസ് ലൈക്ക് ബാങ്ക്സ് ഓർ എനി അതർ NBFCs, ഓർ ഇഫ് ഇറ്റ് ഇസ് ഫ്രം ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എവിടെ നിന്നാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട് ദാറ്റ്, ആൻഡ് ഇഫ് ഹൗ ഇറ്റ് ഇസ് മൊബിലൈസ്, അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് എവിടെ നിന്നൊക്കെ നമ്മൾ മൊബിലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ കവർ ചെയ്യുന്നത്. ദെൻ പ്രൊഡക്ഷൻ ആസ്പെക്ട്സ്. വാട്ട് ആർ ദ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആർ സെലക്റ്റഡ് ഫോർ പ്രൊഡക്ഷൻ, എന്തൊക്കെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റിലൂടെ, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്പെസിഫിക് റീസൺസ് ഫോർ ദി സെലക്ഷൻ, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മളിപ്പോൾ ഒരു മെട്രോ പ്രൊജക്റ്റ് ആയിരുന്നു, മെട്രോ ട്രെയിൻസ് ഒരു പ്രൊജക്റ്റാണ്. സോ വൈ ദിസ് മെട്രോ വാസ് ഓപ്റ്റഡ്, ബിക്കോസ് ഓഫ് ദി ട്രാഫിക് കണ്ടീഷൻസ്. ട്രാഫിക് കണ്ടീഷൻസ് ഭയങ്കര വേഴ്സ് ആയപ്പോഴാണ് മെട്രോ കൊണ്ടുവന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കുന്നത് എന്തെല്ലാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, എന്തിനാണ് നമ്മൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തത്, എന്തൊക്കെ ക്വാളിറ്റിയാണ്, വാട്ട് ഇസ് ദ ഡിസൈൻ, വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ദാറ്റ് വി ഹാവ് സെലക്റ്റഡ്. സോ that is covered in the production aspects. Then managerial aspects. Managerial aspects we will consider who are the top officials. ഇപ്പം മെട്രോയുടെ ആണെങ്കിൽ ആരാണ്, ശ്രീധരൻ നായരായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ട് നിന്നിരുന്നത്. സോ ഹി വിൽ ബി ദ ടോപ്പ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആരാണ്. ദെൻ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ആൻഡ് വാട്ട് ആർ ദ എക്സ്പീരിയൻസ്. ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന ആൾക്ക് ഇതിന് മുമ്പ് ഇതുപോലെയുള്ള പ്രൊജക്റ്റ് ചെയ്ത് പരിചയമുണ്ടോ, ദാറ്റ് വി വിൽ സീ. ആൻഡ്
if the project is managed by a single person, ഒരാളാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ if he is qualified and what is his qualifications, everything should be mentioned in this report. That covers the managerial aspects. Then marketing aspects. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഇനി വിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്നതിന് അതിൽ നിന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം. സോ ഹൗ വി വിൽ മാർക്കറ്റ് ദാറ്റ് പ്രൊഡക്റ്റ് ടു ദ society so that we can recover something. So what will be the distribution channels we use, everything will be the scope of what പ്രൊജക്ട് റിപ്പോർട്ട്സ്. അപ്പോൾ സ്കോപ്പ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ദിസ് എക്കണോമിക് ആസ്പെക്ട്സ്, ദെൻ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, പ്രൊഡക്ഷൻ ആസ്പെക്ട്സ്, മാനേജറൽ ആസ്പെക്ട്സ് ആൻഡ് ഫൈനലി ദ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ്. ഓക്കെ, സോ next one is what are the contents and requirements of a project report.